വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രിങ്സ് ആണ്. ഓക്കെ, എന്താണ് ഒരു സ്ട്രിങ്? സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ അറേ എന്താണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. എന്താണ് ക്യാരക്ടേഴ്സ്? നമ്മൾ പറയുന്ന ഈ ലെറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുക, അല്ലേ? സോ ABCD ആവാം, ചിലപ്പോൾ സിമ്പിൾസ് ആയിരിക്കാം, അല്ലേ? അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകതരം നൊട്ടേഷൻസ് ആയിരിക്കാം, അതിലേക്ക് നമ്മൾ ക്യാരക്ടേഴ്സ് എന്നാണ് പറയുക, അല്ലേ? സോ ഈ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറേ ഓഫ് ക്യാരക്ടർ ആണ്, അല്ലേ? അതുപോലെ ഈ സ്ട്രിങ്ങിനകത്ത് എന്താ ഉണ്ടാവുക? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു അറേ ഓഫ് ക്യാരക്ടർ ആണ്, അല്ലേ? സോ അതിനകത്ത് എന്താ ഉണ്ടാവുക? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്തിനുണ്ടാവുക? ഈ പറയുന്ന സ്ട്രിങ്ങിൽ ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് ടെർമിനേഷൻ, അല്ലെങ്കിൽ എൻഡിങ് അല്ലെങ്കിൽ ടെർമിനേഷൻ എങ്ങനെയായിരിക്കും? /0 വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാധനം സ്ട്രിങ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി the difference between the character array and the string is the string is terminated with a unique character /0. ഓക്കെ, ഇതിൻ്റെ അതായത് ഈ അറേയുടെയോ അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ടെർമിനേറ്റ് ആവുന്നത് ഒരു യുണീക്ക് ക്യാരക്ടർ ആയിട്ടാണ്. അതെങ്ങനെയാണ്? /0 എന്ന് പറയുന്ന ഒരു യുണീക്ക് ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ സ്ട്രിങ്ങിനെ നമ്മൾ ടെർമിനേറ്റ്. ഓക്കെ, ഇനി സ്ട്രിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? ഓക്കെ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു 1 ഡയമെൻഷൻ അറേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് അത് ഡിക്ലെയർ ചെയ്യാന്നുള്ളത് നോക്കിയിരുന്നു. സോ ഇൻ ദ സെയിം വേ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ട്രിങ് നെയിമും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഓഫ് ദ ഡാറ്റ ടൈപ്സ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, അല്ലേ? സോ അത് ഇൻറ്റ് ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, ഏത് വേണമെങ്കിൽ എടുക്കാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് ഈ സ്ട്രിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇത് നമ്മൾ എടുക്കുന്നത് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് CHAR ആണ്. CHAR എന്ന് പറയുന്നത് CHAR എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലായിട്ട് നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്താണ്? ക്യാരക്ടറിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് CHAR ആണ്. സോ CHAR സ്ട്രിങ് നെയിം ഓഫ് സൈസ്. ഓക്കെ, സൈസ് എന്താണെന്നുള്ളത് എന്തിനാണ്? ഈ പറയുന്നത് ബ്രേസസിനകത്ത്, അതായത് സ്ക്വയർ ബ്രേസസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യും. നമ്മൾ നേരത്തെ അറേ നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഇവിടെ എങ്ങനെയാണ്? CHAR സ്ട്രിങ് നെയിം, സൈസ്. ഓക്കെ, ഇനി ഇനീഷ്യലൈസിങ് എ സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വേ എന്ന് പറയുന്നത് അസൈനിങ് എ സ്ട്രിങ് ലിറ്ററൽ വിത്തൗട്ട് എ സൈസ്. അതായത് എങ്ങനെയാണ്? സ്ട്രിങ്ങിൻ്റെ ലിറ്ററൽ, അതായത് എത്ര ലെറ്റേഴ്സ് നമ്മൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അസൈൻ ചെയ്യാതെ തന്നെ നമ്മൾ സൈസ് മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യുക. അതായത് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയില്ല, ജസ്റ്റ് ഈ ഒരു ബ്രേസസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു വാല്യൂം കൊടുക്കാതിരിക്കുക. അപ്പോൾ CHAR STR ഓഫ് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താണോ അവിടെ വാല്യൂ കൊടുക്കേണ്ടത്? ക്യാരക്ടറാണ്. അപ്പോൾ ഞാനിവിടെ എന്താ കൊടുത്തത്? ലേണിനോ. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ലേണിനോ എന്നായതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്? CHAR STR ഓഫ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ലേണിനോ സെമിക്കോളൻ. ഓക്കെ, അതായത് എന്താണ്? അപ്പോൾ അസൈനിങ് എ സ്ട്രിങ് ലിറ്ററൽ വിത്തൗട്ട് സൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ലിറ്ററൽസ് ക്യാൻ ബി അസൈൻഡ് വിത്തൗട്ട് എ സൈസ്. ഹിയർ ദ നെയിം ഓഫ് ദ സ്ട്രിങ് STR ആക്ട് ആസ് പോയിന്റർ ബിക്കോസ് ഇറ്റ് ഈസ് എൻ അറേ. ഇവിടെ STR ആണ് എന്ത്? പോയിന്റർ ആയിട്ട് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അസൈനിങ് എ സ്ട്രിങ് ലിറ്ററൽ വിത്ത് എ പ്രീ ഡിഫൈൻഡ് സൈസ്. അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ സ്ട്രിങ്ങിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രിങ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഒരു വാല്യൂ എക്സ്ട്രാ ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, but we should always account for one extra space which will be assigned to the null character. നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇത് അസൈൻ ചെയ്യുന്നത്? സ്ട്രിങ് ഇതെങ്ങനെ ടെർമിനേറ്റ് ചെയ്യുക? the string characters are the string statement is terminated with null 0 ആണെന്ന് പറഞ്ഞു അല്ലേ? സോ ആ null 0ന് നമ്മൾ എപ്പോഴും ഒരു സ്പേസ് അവിടെ കൊടുക്കണം. സോ if you are writing a name with 4 letter, അപ്പോൾ എത്ര നമ്മൾ സൈസ് കൊടുക്കേണ്ടത്? 5. 1 is for null 0 character. ഓക്കെ, സോ ഇവിടെ തരണം CHAR STR ഓഫ് 10 എന്ന് പറയുന്നത് ലേണിനോ ആണ്. നമ്മൾ എങ്ങനെ കൊടുക്കണം? CHAR 10. ഓക്കെ, 10 വേണം, അതായത് നമുക്ക് 10 സ്പേസ് വേണം, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ n ക്യാരക്ടർ ആണെന്നുള്ളത് എന്താണ്? നമുക്ക് n+1 ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കണം. സോ ഇവിടെ നമുക്ക് ആക്ച്വലി ആവശ്യം എന്ന് പറയുന്നത് 9 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, 9 ക്യാരക്ടേഴ്സേ ഉള്ളൂ. സോ 8 ക്യാരക്ടറേ ഉള്ളൂ, അല്ലേ? ഈ തന്നിരിക്കുന്ന ലേണിനോ എന്ന് പറയുന്ന പേരിൽ ആകെ 8 ക്യാരക്ടറേ ഉള്ളൂ. ആക്ച്വൽ സ്പേസ് പറഞ്ഞാൽ 9 മതി. പക്ഷെ ഇനി എന്തെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു സൈസും കൂടി എക്സ്ട്രാ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അസൈനിങ് എ ക്യാരക്ടർ ബൈ ക്യാരക്ടർ വിത്ത് സൈസ്. ഓക്കെ, ക്യാരക്ടർ ബൈ ക്യാരക്ടർ അതെങ്ങനെയാണ്? ഓരോന്നും ഇപ്പം നിങ്ങൾ എത്ര ക്യാരക്ടറാണ് എടുക്കുന്നത്? അപ്പോൾ ഞാൻ കണ്ടോ CHAR STR ഓഫ് 9 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. 8 ക്യാരക്ടർ ആകെയുള്ളൂ ലേണിനോ എന്ന് പറയുന്നതിന്. അതെങ്ങനെയാണ്? /0 എൻഡ് ചെയ്യാൻ വേണ്ടി /0ക്ക് ഞാനൊരു
സൈസിൻ്റെ അതായത് ഒരു ബ്ലോക്ക് ഞാൻ അതിന് വേണ്ടി കൊടുത്തു എന്നുള്ളത്. നമ്മൾ സൈസ് ഓഫ് എന്ന് പറയുന്നത് ബ്ലോക്സ് ആണെന്ന് പറഞ്ഞു അല്ലെ മെമ്മറിയിലേക്ക് അകത്തുള്ളത്. സോ എല്ലിനൊന്ന്, ഇക്കൊന്ന്, എക്കൊന്ന്, ആറിനൊന്ന്, എന്നിനൊന്ന്, ഐനൊന്ന്, ഇനിയൊരു എന്നിനൊന്ന്, ഒയ്ക്കൊന്ന്. സോ അങ്ങനെയാണ് ലേണിനോ. എന്നിട്ട് ഒരു സൈസ് ഇസ് ഫോർ /0. അതെന്തിനാണ്? ടെർമിനേഷന് വേണ്ടിയിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് അസൈനിങ് ക്യാരക്ടർ വിത്തൗട്ട് സൈസ്. ഓക്കെ, സൈസ് അതായത് നമ്മൾ സൈസ് പ്രീഡിഫൈൻ ചെയ്ത് കൊടുക്കാതെ തന്നെ നമ്മൾ ക്യാരക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കാർ സ്ട്രിങ് ഓഫ് 9 ആണ് ഈക്വൽ ടു ലേണിനോ എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്താണ്? കാർ സ്ട്രിങ് ഓഫ് നൾ ഒന്നും കൊടുക്കുന്നില്ല, ഈക്വൽ ടു ലേണിനോന്റെ LEARNINO +/0. ഓക്കെ, ഇനി ഇതൊരു പ്രോഗ്രാം ആണ്. ഓക്കെ, ഇതെന്തിനുള്ള പ്രോഗ്രാം ആണ്? ക്ലിയർലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിക്ലെയറിംഗ് ഇനീഷ്യലൈസിങ് എ സ്ട്രിങ് സി. അതായത് എങ്ങനെയാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്, ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ടു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിക്ലെയറിംഗ് ആൻഡ് ഇനീഷ്യലൈസിങ് ഓഫ് എ സ്ട്രിങ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് നോക്കൂ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, സ്ട്രിങ്ങിന്റെ ഒരു വോയിഡ് അതായത് നമ്മൾ സൈസ് ഡിഫൈൻ ചെയ്യാത്ത ഒരു സ്ട്രിങ് കൊടുത്തു. എന്താണ്? ലേണിനോ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, പ്രിന്റ് ഓഫ് $STRN സ്ട്രിങ് നമുക്ക് വേണ്ടത് എന്താണ്? പ്രിന്റ് ചെയ്യേണ്ടത് സ്ട്രിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് കൊടുത്തു. ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ലെങ്ത് ഓഫ് str, അതായത് ഈ പറയുന്ന ലേണിനോന്റെ ലെങ്ത്. ഓക്കെ, പ്രിന്റ് ഓഫ് ദ ലെങ്ത് ഓഫ് സ്ട്രിങ് ഈസ്, ഈ പറയുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത്, നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ലേണിനോ. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? 8. കാരണം ലേണിനോ എന്നുള്ള നമ്പറിനെ ലേണിനോ എന്നുള്ള ക്യാരക്ടറിനെ എത്ര സ്ട്രിങ് വേണം, നമ്മൾ നോക്കിയത് എത്ര സ്ട്രിങ് ആണെന്നുള്ളതാണല്ലേ. സോ ഈ ഒരു ലേണിനോ എന്നുള്ള പേരിന് എത്ര സ്ട്രിങ് ആണുള്ളത്? 8 അല്ലേ. എല്ലിനൊന്ന്, ഇക്കൊന്ന്, എക്കൊന്ന്, ആറിനൊന്ന്, എന്നിനൊന്ന്, ഐനൊന്ന്, ഇനിയൊരു എന്നിനൊന്ന്, ഒയ്ക്കൊന്ന്. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടത്? 8. അപ്പോൾ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്ന് പറയുന്നത് എത്രയാണ്? 8. ഓക്കെ, മോസ്റ്റ് യൂസ്ഡ് ഫങ്ഷൻസ് ഇൻ സി സ്ട്രിങ്. സി സ്ട്രിങ്ങിൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് strlen ഓഫ് സ്ട്രിങ് നെയിം. ഓക്കെ, strlen ഓഫ് സ്ട്രിങ് നെയിം എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രിങ്ങിന്റെ ലെങ്ത്തിനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ strlen ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി strcpy s1, s2 അതെന്തിനാണ്? അതായത് സ്ട്രിങ് 2ലുള്ള കണ്ടന്റിനെ സ്ട്രിങ് 1ലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? strcpy എന്നുള്ളത്. അതായത് s2ലുള്ള കണ്ടന്റിനെ s1ലേക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ ആണ് strcmp string 1, string 2. ഓക്കെ, അതായത് സ്ട്രിങ് കമ്പയർ ചെയ്യാനാണ്. അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിനെയും സെക്കൻഡ് സ്ട്രിങ്ങിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? strcmp ഫംഗ്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ബോത്ത് ദ ഫംഗ്ഷൻസ് അതായത് അതായത് s1 ഉം s2 സെയിം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു ദ വാല്യൂ 0. റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് strcat s1, s2 എന്തിനാണ്? കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് സ്ട്രിങ് 2നെയും സ്ട്രിങ് 1നെയും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഏതാണോ ഫസ്റ്റ് സ്ട്രിങ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? strcat യൂസ് ചെയ്യണത്. ഇനി strlwr ഫംഗ്ഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇനി strupr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനും. str എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ s2 എന്നുള്ള ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അതിൽ s1ന്റെ ഫസ്റ്റ് ഒക്കറൻസ് എപ്പോഴാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? str യൂസ് ചെയ്യണത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് സ്ട്രിങ് എന്ന് പഠിച്ചു, അത് എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് നോക്കി, എങ്ങനെ നമ്മളത് ഡിക്ലെയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് നോക്കിയിട്ട് ആൻഡ് മോസ്റ്റ് യൂസ്ഡ് ഫങ്ഷൻസ് ഇൻ സി നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ താങ്ക് യു.